ഇതിപ്പോ എത്ര തട്ടുണ്ട്? ഇതിപ്പോ നമ്മള് കൊടുക്കാറായോ? ഇതൊക്കെ ഇപ്പം സീസൺ ആകുമ്പോഴത്തേക്കും കൊടുക്കാറോ. ഇതൊക്കെ ഒരു തട്ടായിട്ടോ 5 തട്ടായിട്ടുള്ളതും 2 തട്ടായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് വിലയ്ക്കാ സാറേ കൊടുക്കുന്നത്? ഇതൊക്കെ 500 രൂപ. 500 രൂപ തൊട്ട്. ശരി. ഇതെല്ലാം ഏകദേശം 2.5 വർഷത്തോളം പ്രായമുള്ള തൈകളാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ നീലൂരിനടുത്തുള്ള മണക്കാട് ഫാംസിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഷാജി മണക്കാട് സാർ വർഷങ്ങളായി തന്നെ കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ജോയിന്റ് ഡയറക്ടറായിട്ട് വിരമിച്ച ഒരാളാണ്. കൃഷിയോടുള്ള വലിയൊരു സ്നേഹം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു നഴ്സറി പരിപാലനം കൂടിയിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നു. നമസ്കാരം. ഇത് ജാതി ഇനങ്ങളാണല്ലോ, ബഡ്ഡി ജാതികളല്ലേ? അതെ, ഇത് കൂടുതലും ഞാൻ കൊച്ചുകുടി ഇനത്തിൽപ്പെട്ട ജാതിയാണ് ഞാൻ ബഡ്ഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കൊച്ചുകുടി ഇനം ജാതിയുടെ മേന്മ എന്താ? കൊച്ചുകുടി പോലെയുള്ള ഒരു 5 വെറൈറ്റി ജാതിയാണ് കേരള കാർഷിക സർവകലാശാല ഒരു നല്ല വെറൈറ്റി ആയിട്ട് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അത് ഈ പ്രദേശങ്ങളിൽ വളരെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അതിന്റെ എനിക്ക് ആദായമുള്ള നിരവധി ചെടികളുണ്ട് ഇവിടെ. നാഷണൽ ഇന്നോവേഷൻ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ് ഈ കൊച്ചുകുടി ജാതി. അപ്പൊ ഈ കൊച്ചുകുടി ജാതിയുടെ ഈ ബഡ് തൈകൾ എങ്ങനെയാണ്? പലരും പറഞ്ഞപോലെ ഈ കാട്ടുജാതിയിലൊക്കെ ബഡ് ചെയ്യാറുണ്ട്. കാട്ടുജാതിയിൽ ഞങ്ങളിവിടെ കാട്ടുജാതിയിൽ ബഡ് ചെയ്യുന്ന പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ നാടൻ ജാതി തന്നെ ഞങ്ങൾ നട്ടു വളർത്തി അതിൽ തന്നെയാണ് ഞങ്ങൾ ബഡ് ചെയ്യുന്നത്. അതിലൊരു സ്റ്റെപ്പ് പൊക്കിയാണ് ഞങ്ങൾ ബഡ് ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് പൊക്കി ബഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ആൺജാതിയുടെ കുറവ് ഉണ്ടാവുകയില്ല. ശരി. കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെൺജാതി മാത്രമാകുമ്പോഴത്തേക്കും പരാഗണം നടക്കാത്തതുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു ഉത്പാദനം കിട്ടില്ല. ഇതിനോട് താഴത്തെ തട്ടില് നമുക്ക് ആൺജാതി ആൺജാതി എങ്ങനെയാണെങ്കിലും ജാതിയിലെ ഒരു പകുതി ആണും പെണ്ണും ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ നട്ട് വളർത്തി നമുക്ക് ഒരു 3 വർഷം 3-ാം വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് പൂവിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതാണാണോ പെണ്ണാണോ നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണായിട്ടുള്ള ആവശ്യമുള്ളത് മാത്രം നമ്മൾ നിലനിർത്തുകയും ബാക്കിയുള്ള പെൺജാതി കൂടുതൽ ഉണ്ടെങ്കിൽ അത് ആ കമ്പും മുറിച്ച് കളയുകയും ചെയ്യും. നമുക്ക് പരാഗണം നടക്കും. ശരിക്കും നടക്കും. അപ്പൊ ഉത്പാദനം വർദ്ധിക്കും. അപ്പൊ ഇതിപ്പോ എത്ര തട്ടുണ്ട്? ഇതിപ്പോ നമ്മള് കൊടുക്കാറായോ? ഇതൊക്കെ ഇപ്പം സീസൺ ആകുമ്പോഴത്തേക്കും കൊടുക്കാറോ. ഇതൊക്കെ ഒരു തട്ടായിട്ടോ 5 തട്ടായിട്ടുള്ളതും 2 തട്ടായിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് വിലയ്ക്കാ സാറേ കൊടുക്കുന്നത്? ഇതൊക്കെ 500 രൂപ. 500 രൂപ തൊട്ട്. ശരി. ഇതെല്ലാം ഏകദേശം 2.5 വർഷത്തോളം പ്രായമുള്ള തൈകളാണ്. 2 വർഷം പ്രായമുള്ള തൈകളാണ്. അപ്പൊ നട്ട് കഴിയുമ്പോഴേക്കും എത്ര നാൾ കൊണ്ട് ആദായം? നട്ട് കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പോഴത്തേക്കും 3 വർഷം ആകുമ്പോഴത്തേക്കും പൂക്കും, ഉറപ്പാണ്. ഇത് മറ്റൊരു പ്രത്യേകത ഞാനിവിടെ കാണുന്നത്, മുകളില് പയറ് കാഴ്ച കിടക്കുന്നു അല്ലേ? അപ്പൊ ഇത്തരം ഒരു ആദായം കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ? അതെ. അപ്പോ ഈ നഴ്സറിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ എന്താ സാറേ ചുവന്ന നിറത്തിലൊരു സംവിധാനം? അതൊരു സോളാർ ഇൻസെക്ട് ട്രാപ്പാണ്. അതായത് ഈ പച്ചക്കറിയെ ബാധിക്കുന്ന പല കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. അല്ലാതെ ഇത് വേറെ നമുക്ക് മരുന്നൊന്നും തളിക്കേണ്ട ആവശ്യമില്ല. ശരി. ഇതെന്ത് വില വരുന്ന? ഇതിന് 3500 രൂപ. ശരി. ഇതിപ്പോ നമുക്ക് എന്തോരം ഏരിയയിലേക്ക് നമുക്ക്? ശരിക്കും പറഞ്ഞാൽ 1/2 ഏക്കറിന് ഒരെണ്ണം മതി. അത് ശരി. ഇതെല്ലാം നെല്ല് അങ്ങനെ എല്ലാ കൃഷിക്കും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിക്ക് വളരെ കീടത്തിന്റെ വളരെ അത് ശരി. അപ്പോ അതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതൊരു പ്രത്യേക സമയത്ത് വൈകിട്ടൊരു സൂര്യാസ്തമനം തൊട്ട് ഒരു 3 മണിക്കൂർ നേരമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ആ സമയത്താണ് ഈ കൂടുതൽ ഈ പ്രാണികൾ, നമ്മൾക്ക് ശല്യമുള്ള പ്രാണികളുടെ ശല്യം വരുന്നത്. അപ്പൊ ആ സമയം കഴിഞ്ഞാൽ തണുത്തനുഭവം. നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രാണികൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. മറ്റു പ്രാണികൾ നശിപ്പിക്കും. ഈ പരാഗണമൊക്കെ നടത്താനായിട്ടുള്ള പ്രാണികൾ വേണം. അപ്പൊ അതിന് കുഴപ്പമില്ലാതെ ഈ ശല്യം ഉള്ളതിനെ മാത്രം നശിപ്പിക്കുന്ന ഒരു ശല്യം. അപ്പൊ ഇതിന്റെ പേര്? ഇത് സോളാർ ഇൻസെക്ട് ട്രാപ്പ്. അപ്പോ ഈ ജാതി നഴ്സറിയിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം. അപ്പൊ ഈ പയറൊക്കെ എത്ര നാളായി ഇങ്ങനെ വിളവായിട്ട്? ഇത് ഒരു മാസം കൃഷിയാവുന്നുള്ളൂ. ഇതൊരു ഷെയ്ഡ് കൂടി ആവും. നമ്മുടെ പയറും കിട്ടും. ഷാജി മണക്കാട് സാറിന്റെ നഴ്സറിയിലെ ആകർഷകമായ ഒന്നാണ് ഈ കൊച്ചുകുടി ജാതി ഇനം. ഒരു എത്ര വർഷമായത്? ഇത് 2 വർഷമായ പ്ലാന്റ്. 2 വർഷമായതാണ്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അടിയിൽ ഒരു തട്ട്
സ്വാഭാവികമായിട്ട് ഇപ്പൊ ആൺജാതിയാണ് വരുന്നതെങ്കിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാകാനായിട്ട് പെൺജാതിക്ക് പരാഗണം നടക്കാനായിട്ട് ഇത് വഴിയൊരുക്കും എന്നുള്ളത് കൊണ്ടാണ് അടിയിൽ ഒരു തട്ട് കൂടിയിട്ട് ഇതിനകത്ത് നമ്മൾ കളയാതെ ഇരുന്നത്. അത് വേണമെങ്കിൽ കൂടുതലായിട്ട് വളർന്നു വരുവാണെങ്കിൽ വേണമെങ്കിൽ കർഷകർക്ക് അത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം അല്ലേ? അപ്പൊ അത്തരത്തിലുള്ളൊരു കാര്യം കൂടിയിട്ടാണ് സാറ് ഓർമ്മിപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ നീലൂരിനടുത്തിട്ടാണ് ഈ മണക്കാട് ഫാംസ് പ്രവർത്തിക്കുന്നത്.